എല്ലാ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും 15ാം യൂണിറ്റായ പോളിമേഴ്സിലേക്ക് സ്വാഗതം. പോളിമേഴ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ഇത് പ്രകൃതിക്ക് ദോഷമുള്ളതാണ്, അല്ലെങ്കിൽ എന്തോ വേണ്ടാത്ത അപരാധം കേട്ട വാക്കുകൾ നമ്മൾ കേട്ടതായിട്ടുള്ള തോന്നൽ നമുക്കുണ്ടാവുക. ഇത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്ലാസ്റ്റിക്കുകളും പോളിമറും പ്രകൃതിക്ക് അല്ലെങ്കിൽ ഇക്കോസിസ്റ്റത്തിന് അപജയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തോന്നലാണ് നമുക്ക് മറ്റു പല ദോഷങ്ങളും ഉണ്ടാക്കുമെന്ന തോന്നലുമാണ് നമ്മളെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഇവയുടെ വിവേചനരഹിതമായ ഉപയോഗം തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ പല തോന്നലുകളും ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പിന്നീട് കടക്കാം. പോളിമർ എന്ന പദം ഉണ്ടായത് പോളിമർ എന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. പോളി എന്ന വാക്കിനർത്ഥം മെനി എന്നും മർ എന്നതിന് യൂണിറ്റ്സ് എന്നുമാണ്. അതായത് പല യൂണിറ്റുകൾ കൂടിച്ചേർന്ന് ഒരു വലിയ തന്മാത്രയായി മാറുക. സോ പോളിമേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് മോണോമേഴ്സ്. ദ മോണോമേഴ്സ് ആർ ദ സിമ്പിൾ യൂണിറ്റ്സ് ഫ്രം വിച്ച് എ പോളിമർ ഈസ് formed. The polymerization is the process in which a monomer or different monomers combine to form a big molecule or molecules with a large or bigger molecular masses. നമുക്ക് പോളിമറിൻ്റെ ചില ഉദാഹരണം നമുക്കറിയാം. ഈഥീൻ പോളിമറൈസ് ചെയ്ത് പോളി ഈഥീൻ ഉണ്ടാകും. അവിടെ ഈഥീൻ എന്ന് പറയപ്പെടുന്നത് മോണോമറും പോളി ഈഥീൻ എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ പോളിമറുമാണ്. എന്നാൽ മറ്റൊരു പോളിമർ നോക്കാം, നൈലോൺ 66 എന്ന് പറയപ്പെടുന്ന പോളിമർ. അതുണ്ടാക്കപ്പെടുന്നത് രണ്ട് തരം മോണോമറിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോളി ഈഥീൻ ഉണ്ടാകുക മോണോമർ എന്ന് വെച്ചാൽ ഒരു ടൈപ്പിലുള്ള മോണോമറാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ നൈലോൺ 66 ഉണ്ടാകുന്നത് ഹെക്സാമെത്തിലീൻ ഡൈയമീനും അഡിപ്പിക് ആസിഡ് എന്നീ പറയുന്ന രണ്ട് മോണോമറുകൾ കൂടിച്ചേർന്നിട്ടാണ് നൈലോൺ 66 എന്ന പോളിമർ ഉണ്ടാകുക. ഇങ്ങനെ വ്യത്യസ്ത മോണോമറുകൾ കൂടിച്ചേർന്ന് പോളിമർ ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ റബ്ബർ എന്ന് പറയപ്പെടുന്നത് ഐസോപ്രീൻ യൂണിറ്റുകളുടെ അല്ലെങ്കിൽ 2-methyl-1,3 ബ്യൂട്ടാഡൈൻ്റെ പോളിമറാണ് നാച്ചുറൽ റബ്ബർ. ഇങ്ങനെ ഒത്തിരി പോളിമറുകൾ നമ്മൾ പ്രകൃതിയിൽ കാണുന്നുണ്ട്. അങ്ങനെ പോളിമർ എന്ന് പറയുന്ന വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല എങ്കിൽ പോലും പ്രകൃതിയിൽ കാണുന്നതും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതെല്ലാം ഉണ്ട്. ഇനി ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് പോളിമറുകളെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കടക്കുന്നത് പോളിമറുകളുടെ ക്ലാസിഫിക്കേഷൻ എന്നതിലേക്കാണ്. പോളിമറുടെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പറഞ്ഞാൽ ഒന്നാമതായിട്ട് പോളിമറെ അവയുടെ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് നാച്ചുറൽ പോളിമർ, രണ്ടാമത്തത് സെമി സിന്തറ്റിക് പോളിമർ, മൂന്നാമത്തത് സിന്തറ്റിക് പോളിമർ. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനായ നാച്ചുറൽ പോളിമർ, അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറുകൾ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന പഞ്ഞി, ചണം തുടങ്ങിയവയെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറുകളാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമർ പറയുന്ന പേരാണ് ദറ്റ് ഈസ് നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ഓർ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ആർ കോൾഡ് പോളിമേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ പറയാം, ജൂട്ട്, കോട്ടൺ, നാച്ചുറൽ റബ്ബർ എല്ലാം എന്ത് തന്നെയാണ്? നാച്ചുറൽ പോളിമറുകൾക്ക് ഉദാഹരണമാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ സെമി സിന്തറ്റിക് പോളിമർ. ഇത് നാച്ചുറൽ പോളിമേഴ്സിൻ്റെ ഡെറിവേറ്റീവുകളാണ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുക സെല്ലുലോസ് നൈട്രേറ്റ്, സെല്ലുലോസ് അസറ്റേറ്റ് അഥവാ റയോൺ, നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന വിസ്കസ് റയോൺ തുടങ്ങിയവ ഈ സെമി സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ പറയാം സിന്തറ്റിക് പോളിമർ എന്ന് പറയപ്പെടുന്ന. സിന്തറ്റിക് പോളിമറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അവയെ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ എന്ന് വിളിക്കാം. നമ്മുടെ വ്യവസായശാലകളിലും ലബോറട്ടറികളിലും കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പോളിമറുകൾക്ക് പറയുന്ന പേരാണ് സിന്തറ്റിക് പോളിമർ. അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പോളി ഈഥീൻ, പോളിപ്രൊപ്പിലീൻ തുടങ്ങിയവ. അതിനൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ നൈലോൺ 66 ഇവയെല്ലാം സിന്തറ്റിക് പോളിമറുകളാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നത് പോളിമർ മോളിക്യൂളുകളുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലീനിയർ പോളിമേഴ്സ്, സെക്കൻഡ് വൺ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ, തേർഡ് വൺ ക്രോസ് ലിങ്ക്ഡ് പോളിമർ. അതിൽ ഒന്നാമത്തായിട്ടുള്ള ലീനിയർ പോളിമർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മോളിക്യൂളുകൾ അല്ലെങ്കിൽ മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് അതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് ചെയിൻ ലീനിയർ പോളിമറുകൾ ഉണ്ടാവുക. ഈ പോളിമർ സ്ട്രാൻഡുകൾ തമ്മിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവ കമ്പൈൻ ചെയ്യപ്പെടുക. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക
ദേ ആർ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ തുടങ്ങിയവ അതിന് എക്സാമ്പിളാണ്. ലീനിയർ പോളിമേഴ്സ് എല്ലാം ഹൈ ഡെൻസിറ്റി പോളിമേഴ്സാണ്. കൂടാതെ തന്നെ അവരുടെ ടെൻസൈൽ സ്ട്രെങ്തും വളരെ ഉയർന്നതായിരിക്കും. രണ്ടാമതായിട്ട് പറയുക ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറുകളാണ്. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറുകളാണ് എങ്കിൽ അവയുടെ മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് പോളിമർ ഉണ്ടാവുകയും ആ പോളിമർ യൂണിറ്റുകളിൽ എന്തുണ്ടാവുക, ബ്രാഞ്ചസുകളും ഉണ്ടാവുക. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം പോളിസ്റ്റൈറീൻ. ഇവയെല്ലാം ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറിന് എക്സാമ്പിളാണ്. ലോ ഡെൻസിറ്റി പോളിമറുകൾക്ക് ഉദാഹരണവും ആണ്. ഇനി മൂന്നാമത്തെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സാണ്. അതായത് മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് പോളിമർ ഉണ്ടാകുകയും ഈ പോളിമർ പരസ്പരം ക്രോസ് ലിങ്ക്ഡ് ചെയ്ത് ഒരു 3 ഡയമെൻഷൻ സ്ട്രക്ചർ ഉണ്ടാകുകയും ചെയ്യുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഈ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിന് പ്രത്യേകിച്ച് ദേ ആർ ഹാർഡ് ആൻഡ് റിജിഡ് ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയപ്പെടുക ബേക്കലൈറ്റ് ആണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തെ തരം ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ പോളിമറുകളുടെ റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് പോളിമർ ഏതുതരം റിയാക്ഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകപ്പെടുന്നത്. അതായത് മോണോമർ യൂണിറ്റുകൾ ഏതെല്ലാം തരത്തിലാണ് റിയാക്ട് ചെയ്ത് പോളിമറുകളായി മാറ്റപ്പെടുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറൈസേഷൻ, അതായത് പോളിമറൈസേഷൻ റിയാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അഡിഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും. അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയപ്പെടുക അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈ അഡിഷൻ പോളിമറൈസേഷനിൽ മോണോമറുകൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് വലിയ മോളിക്യൂളായിട്ട് മാറപ്പെടുന്നു. അതിൻ്റെ മോണോമറുടെ പ്രത്യേകത അത് അൺസാച്ചുറേറ്റഡ് മോളിക്യൂളായിരിക്കും. ദാറ്റ് മീൻസ് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോളിക്യൂളുകളായിരിക്കും. അവർ ഡബിൾ ബോണ്ടുകളോ ട്രിപ്പിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്തിട്ട് പരസ്പരം എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് തുടരെ കമ്പൈൻ ചെയ്ത് വളരെ വലിയ മോളിക്യൂൾസായിട്ട് ഫോം ചെയ്യും. അത്തരം പോളിമർക്ക് പറയുന്ന പേര് അഡിഷൻ പോളിമേഴ്സ് എന്നാണ്. ദേ ആർ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളവയാണെന്ന് നാം നേരത്തെ പറഞ്ഞു. ഇതൊരു തരം ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ അഡിഷൻ പോളിമറൈസേഷൻ സാധ്യമാകുക. അതിന് എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുക ഈഥീൻ എന്ന് പറയപ്പെടുന്ന നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 അത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് അത് പോളിമറൈസ് ചെയ്ത് പോളി ഈഥീൻ ഉണ്ടാകും. അതിനൊക്കെ പ്രൊപ്പിലീൻ CH3CH ഡബിൾ ബോണ്ട് CH2 ആണ് പ്രൊപ്പിലീൻ. ആ പ്രൊപ്പിലീൻ പോളിമറൈസ് ചെയ്തിട്ട് പോളിപ്രൊപ്പിലീൻ ഉണ്ടാകും. ഇത് കണക്ക് തന്നെ വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്ന വിനൈൽ ക്ലോറൈഡ് പോളിമറൈസ് ചെയ്ത് പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാകും. ഇതെല്ലാം ഈ അഡിഷൻ പോളിമറൈസേഷന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓർ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ്. ഇവിടെ മോണോമറുകൾ യൂണിറ്റുകൾ കണ്ടൻസ് ചെയ്ത ശേഷം അല്ലെങ്കിൽ കണ്ടൻസേഷൻ്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ്, HCl, NH3, H2O തുടങ്ങിയ മോളിക്യൂൾസ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോവുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമർ. ഇറ്റ് ഇൻവോൾവ് ബിൽഡിംഗ് അപ്പ് ഓഫ് പോളിമർ ചെയിൻ ഇൻ എ സ്റ്റെപ്പ് വൈസ് മാനർ. സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു മോണോമറിൻ്റെ പുറത്ത് അടുത്ത മോണോമർ കൂടി ചേർന്ന് അടുത്ത മോണോമർ കൂടി ചേർന്ന് ഇങ്ങനെ മോണോമറുകൾ കൂടി ചേർന്ന് എന്ത് ചെയ്യുക, അങ്ങനെ വലിയ കണ്ടൻസേഷൻ പോളിമർ ഉണ്ടാകും. അതിൻ്റെ ഫലമായി ചെറിയ മോളിക്യൂളായിട്ടുള്ളവ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതിന് എക്സാമ്പിളാണ് നൈലോൺ 66 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോളിമർ. അതിനൊരു എക്സാമ്പിളാണ്. അതായത് ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന നൈലോൺ 66. അതുകണക്ക് തന്നെ എത്തിലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡും ചേർന്നുണ്ടായിരിക്കുന്ന ഡെക്രോൺ ഓർ ടെർലീൻ എന്ന് പറയപ്പെടുന്ന പോളിമറും ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ്. ഇനി നമുക്ക് ആ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ്റെയും അഡിഷൻ പോളിമറൈസേഷൻ്റെയും ഫലമായിട്ടുണ്ടാകുന്ന ആ പോളിമറുകളെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അഡിഷൻ പോളിമറൈസേഷൻ, അതിലൊന്ന് അഡിഷൻ ഓഫ് മോണോമർ വിത്തൗട്ട് ദ എലിമിനേഷൻ ഓഫ് എനി മോളിക്യൂൾ. അതായത് മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് ഒന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടാതെ ഒരു മോളിക്യൂൾസ് ഒന്നും പുറത്തേക്ക് പോകാതെയാണ് ആ പോളിമർ രൂപപ്പെടുക. എന്നാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണെങ്കിൽ ടേക്സ് പ്ലേസ് വിത്ത് എലിമിനേഷൻ ഓഫ് സ്മാൾ മോളിക്യൂൾസിലായി H2O, NH3, CO2 എക്സെട്ര. ഇനി അഡിഷൻ പോളിമറൈസേഷൻ്റെ രണ്ടാമത്തത് no loss of material. The polymers formed is an exact multiple of the monomer unit. അതായത് എത്ര മോണോമർ യൂണിറ്റുകളുണ്ടോ അതിന് ഒരു ആറ്റം പോലും പുറത്തേക്ക് പോകാതെയാണ് എന്തുണ്ടാകുക, അഡിഷൻ പോളിമറൈസ് ഉണ്ടാകുക. എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സിലാണെങ്കിൽ ദ പോളിമേഴ്സ് ഈസ് നോട്ട് ആൻ എക്സാക്ട് മൾട്ടിപ്പിൾ ഓഫ് മോണോമർ യൂണിറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അമോണിയ തുടങ്ങിയ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മൂന്നാമത്തത് അഡിഷൻ പോളിമറൈസേഷൻ്റെ മൂന്നാമത്താണ് ഗിവ് ഹൈ മോളിക്കുലാർ മാസ് ഓഫ് പോളിമർ അറ്റ് വൺസ്. ഒരിക്കൽ ഒരു പ്രത്യേക മോളിക്കുലാർ മാസുള്ള പോളിമർ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതിൽ അഡിഷൻ സാധ്യമല്ല. എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ് മോളിക്കുലാർസ് ഓഫ് ഹൈ മോളിക്കുലാർ മാസ് ഇൻക്രീസസ് സ്റ്റെഡിലി ത്രൂ ഔട്ട് ദ റിയാക്ഷൻ.
അതായത് എത്ര വേണമെങ്കിലും ഒന്നിന് പറയും ഒന്നായിട്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് പോകുന്നതിനാൽ എത്ര വേണമെങ്കിലും ഹയർ മോളിക്കുലാർ മാസ്, അതായത് അഡിഷൻ പോളിമറൈസേഷൻ ഉണ്ടാകുന്ന മോളിക്യൂൾസിനേക്കാളും ഉയർന്ന മോളിക്കുലാർ മാസുള്ള പോളിമറുകൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉണ്ടാകും. അഡിഷൻ പോളിമറൈസേഷൻ നാലാമത്തതാണ് വൺ സ്റ്റെപ്പ് റിയാക്ഷൻ. അത് പറയപ്പെടുന്നത് ഒരൊറ്റ റിയാക്ഷനിലൂടെ ഉണ്ടാക്കപ്പെടുക. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണെങ്കിൽ മൾട്ടി സ്റ്റേജ് റിയാക്ഷൻസ് ആണ്. 5 ഗീവ് ദ പോളിമേഴ്സ് ഓഫ് ലാർജ് ചെയിൻ സ്ട്രക്ചർ, അതായത് അഡിഷൻ പോളിമർ ആണെങ്കിൽ ലാർജ് ചെയിൻ സ്ട്രക്ചർ ആയിരിക്കും പെർഫോം ചെയ്യുക. കണ്ടൻസേഷൻ പോളിമർ ആണെങ്കിൽ ഗീവ്സ് എ 3 ഡൈമെൻഷണൽ ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചറാണ് കണ്ടൻസേഷൻ പോളിമറുകൾക്ക് ഉണ്ടാവുക. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഹോമോ പോളിമർ ആൻഡ് കോ പോളിമർ. ആ വാക്കിൽ തന്നെ നമുക്ക് വരുമ്പോൾ ഹോമോ എന്ന് വെച്ചാൽ സെയിം ടൈപ്പുള്ള മോണോമർ യൂണിറ്റുകൾ കൂടിച്ചേരുന്നവയാണ് ഹോമോ പോളിമർ എന്ന് വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈഥീൻ, അതിനകത്ത് ഈഥീൻ്റെ മോണോമർ യൂണിറ്റുകൾ മാത്രമല്ല ഈഥീൻ മോളിക്യൂളുകൾ മാത്രം എന്ത് ചെയ്യുന്നു, പോളിമറൈസ് ചെയ്ത് പോളി ഈഥീൻ എന്ന് പറയപ്പെടുന്ന ഹോമോ പോളിമർ ഉണ്ടാകും. രണ്ടാമത്തത് കോ പോളിമറാണ്. കോ പോളിമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം മോണോമറുകൾ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുക, പോളിമർ രൂപപ്പെടുക. ഡിഫറെൻറ്റ് ടൈപ്പാണ് എന്തെന്ന് പറയപ്പെടുന്നത് മോണോമർ യൂണിറ്റുകൾ ഉണ്ടാകുക. അതായത് 1,3 ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും പോളിമറൈസ് ചെയ്ത് സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ പോളിമർ രൂപപ്പെടുന്നത് ഈ കോ പോളിമറൈസേഷന് എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നൈലോൺ 6,6 അതായത് ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും എന്ന വ്യത്യസ്ത ഇനം 2 മോണോമറുകൾ കൂടി ചേർന്ന് നൈലോൺ 6,6 എന്ന് പറയപ്പെടുന്ന പോളിമർ ഉണ്ടാകുന്നതും ഈ കോ പോളിമറൈസേഷന് എക്സാമ്പിളാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സസ്. അതായത് മോണോമർ യൂണിറ്റുകൾ തമ്മിലുള്ള അവയുടെ യുണീക്ക് പ്രോപ്പർട്ടീസിൻ്റെ, അവയുടെ ടെക്സ്റ്റൈൽ സ്ട്രെങ്തിൻ്റെ, ഇലാസ്റ്റിസിറ്റിയുടെ, ടഫ്നെസ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മോണോമർ പോളിമറുകളെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനമായി എടുക്കുന്നത്. അവ കൂടാതെ തന്നെ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വാൻഡർവാൾസ് ഫോഴ്സ് ആണോ, ഹൈഡ്രജൻ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഇവയെ മോണോമർ യൂണിറ്റുകൾ അല്ലെങ്കിൽ പോളിമർ യൂണിറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇവയുടെ അടിസ്ഥാനപ്പെടുത്തി പോളിമറുകളെ 4 ക്ലാസിഫൈ ചെയ്യും. ഇലാസ്റ്റോമസ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഒന്നുകൂടെ പറയാം, ഇലാസ്റ്റോമസ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. The first one is elastomer. The elastomers have only weak intermolecular forces between the polymer chain. പോളിമർ ചെയിനുകൾ തമ്മിൽ വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലാസ്റ്റോമേഴ്സ് ഉള്ളത്. ദേ പൊസസ് ഹൈ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്കറിയാം ഇലാസ്റ്റോമർ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ വലിച്ചാൽ വലിയുന്നതും വിട്ടാലേ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുന്നതുമാണ്. അവ സോഫ്റ്റ് ആയിരിക്കുമെന്നറിയാം, സ്ട്രെച്ചബിലിറ്റി ഉള്ളവയായിരിക്കാം, റെസിലൻസൻസ് ഉള്ളവയായിരിക്കാം, ടഫ്നെസ് are the important characters of these elastomers. They are the process by which a network crosslink is introduced into elastomer with a view to improve the properties of rubbers or polymers is called vulcanization. അതായത് വൾക്കനൈസേഷൻ എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലാസ്റ്റോമേഴ്സിൻ്റെ പ്രോപ്പർട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, അവയുടെ ഗുണങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, മെച്ചപ്പെട്ടതാക്കി എടുക്കാൻ കഴിയും. അതിന് എക്സാമ്പിൾ ഇനി അതായത് ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുക നാച്ചുറൽ റബ്ബർ, സിന്തറ്റിക് റബ്ബർ, ബ്യൂണ എസ്, ബ്യൂണ എൻ തുടങ്ങിയവ ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ്. അതിന് മറ്റൊരു എക്സാമ്പിളാണ് നിയോപ്രീൻ റബ്ബർ തുടങ്ങിയവയെല്ലാം ഇതിന് ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇതിൽ ഫൈബേഴ്സ് എന്ന് പറയപ്പെടുക. ദ പോളിമർ ചെയിൻ ക്ലോസ്ലി പാക്ഡ് ത്രൂ ദ സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ലൈക്ക് ഹൈഡ്രജൻ ബോണ്ട്, dipole interaction, etc. These fibers possess high tensile strengths. These polymers are tough, stiff and abrasion resistant. അതായത് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാത്ത ഗുണങ്ങളുള്ളവയാണ് ഫൈബേഴ്സ് എന്ന് പറയപ്പെടുന്നത്. They retain their properties over wide range of temperature. എക്സാമ്പിളായിട്ട് പറയുക നൈലോൺ 6 പോളിസ്റ്റർ, ടെർലിൻ തുടങ്ങിയവ, അതായത് നമ്മൾ തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ പോളിമറുകളായ നാരുകളും ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇടയ്ക്കാണ് തെർമോപ്ലാസ്റ്റിക്. The thermoplastics are softened on heating and become rigid once again on cooling. The process of heating and cooling can be repeated any number of times without affecting their properties. അതായത് ചൂടാക്കിയും പല പ്രാവശ്യം ചൂടാക്കിയാലും തണുപ്പിച്ചാലും അവയുടെ പ്രോപ്പർട്ടീസിന് എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അത്തരം പോളിമർക്ക് പറയുന്ന പേരാണ് തെർമോപ്ലാസ്റ്റിക്.
ദേ ക്യാൻ ബി ഈസിലി മോൾഡഡ് ടു ആൻഡ് റീമോൾഡഡ്. അവ പല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. അതിങ്ങനെ മാറ്റാൻ കഴിയുന്നതിന് കാരണം നോ ക്രോസ് ലിങ്ക് ബിറ്റ്വീൻ ദർ ചെയിൻ. അവയുടെ ചെയിനുകൾ തമ്മിൽ എന്തില്ല ക്രോസ് ലിങ്കുകൾ ഉണ്ടാവുന്നില്ല. അതിന് എക്സാമ്പിളാണ് പോളിത്തീൻ, PVC, ടെഫ്ലോൺ തുടങ്ങിയവ ഈ തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് എക്സാമ്പിളാണ്. നാലാമത്തെ ക്ലാസിഫിക്കേഷനായ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ തെർമോ പ്ലാസ്റ്റിക്കുകളെയാണ് എങ്കിൽ ചൂടാക്കിയും തണുപ്പിച്ചും പല പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, രൂപവ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ ചൂടാക്കി രൂപവ്യത്യാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവയെ നമുക്ക് വീണ്ടും റീമോൾഡ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് when heated in a mold undergoes permanent change to give hard, infusible and insoluble products. That is, once heated they get highly cross-linked. This cross-link is due to the account for the permanent rigidity they attain on heating, thus heated treated only once. That means the thermosetting plastic cannot be remelted or remolded. ഇതിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ്, അതായത് അടുത്തത് മെലാമിൻ, ഫോമാൽഡിഹൈഡ് റെസിൻസ് തുടങ്ങിയവ ഇതിക്ക് എക്സാമ്പിളാണ്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും തെർമോ പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പരിശോധിക്കാം. തെർമോ പ്ലാസ്റ്റിക്സ് ഫോംഡ് ബൈ അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഫോംഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ. Thermoplastic contain long chain polymers. Thermosetting process possess 3-dimensional network structures. Thermoplastic smaller molecular weight. Thermosetting plastic possess very high molecular weight. Thermoplastic soften readily on heating and can be remolded. Thermosetting plastic cannot be softened or remolded on heating. Thermoplastic polymer chains are held by weak van der Waals force of attraction. Thermosetting plastic strong covalent bonds exist between the monomers. The thermoplastics are soft, weak and less brittle. The thermosetting plastics are hard, strong and more brittle. ഇപ്പോൾ നമ്മൾ ഇതുവരെ പോളിമറുകളുടെ ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ബൈ ദ നേച്ചർ ഓഫ്, അതായത് അഡിഷൻ പോളിമറൈസേഷൻ ആണോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണോ പോളിമറുകൾ രൂപപ്പെടുക എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇനി ഏതെല്ലാം മെക്കാനിസം വഴിയാണ്, ഏതെല്ലാം രീതിയിലായിരിക്കും ഈ അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുക, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അതിൽ ഒന്നാമത്തത് അഡിഷൻ പോളിമറൈസേഷൻ അഥവാ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. അഡിഷൻ പോളിമറൈസേഷനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് എ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അതൊരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് സാധ്യമാകുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് അഡിഷൻ അല്ലെങ്കിൽ എന്താണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ഫ്രീ റാഡിക്കൽ മെക്കാനിസങ്ങളെല്ലാം സാധ്യമാകുന്നത് 3 സ്റ്റെപ്പിലൂടെയാണ്. ഒന്ന് ഇനിഷ്യേഷൻ സ്റ്റെപ്പ്, പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, ടെർമിനേഷൻ സ്റ്റെപ്പ്. ഇവിടാണ് എങ്കിൽ നമ്മൾ ഈ പോളിമറുകളുടെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ അഡിഷൻ റിയാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഒന്നാമത്തെ നമുക്ക് ചെയിൻ ഇനിഷ്യേഷൻ റിയാക്ഷനാണ്. നമ്മളിവിടെ പരിഗണിക്കുക ഈഥീൻ പോളിമറൈസ് ചെയ്ത് പോളി ഈഥീൻ ഉണ്ടാകുന്ന റിയാക്ഷനെ കുറിച്ചാണ്. അവിടെ നമ്മൾ ഇനിഷ്യേറ്ററായിട്ട് ഉപയോഗിക്കപ്പെടുക ബെൻസോയിൽ പെറോക്സൈഡിനെയാണ് ഇനിഷ്യേറ്ററായിട്ട് ഉപയോഗിക്കപ്പെടുക. അവിടെ ബെൻസോയിൽ പെറോക്സൈഡിന് ഹോമോളിറ്റിക് ഫിഷൻ നടന്നിട്ട് ബെൻസൈൽ ഫ്രീ റാഡിക്കലും ആ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ പിന്നീട് ഫിനൈൽ ഫ്രീ റാഡിക്കലുമായിട്ട് മാറും. ഈ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ചെയിൻ ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ ഇവിടെ ആദ്യം ഫോം ചെയ്യണം, ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യണം. ഈഥീൻ്റെ പോളിമറൈസേഷനിൽ ഇനിഷ്യേറ്ററായിട്ട് ഉപയോഗിക്കപ്പെടുക ബെൻസോയിൽ പെറോക്സൈഡാണ്. ബെൻസോയിൽ പെറോക്സൈഡ് ഹോമോളിറ്റിക് ഫിഷൻ്റെ ഫലമായിട്ട് ബെൻസോയിൽ ഫ്രീ റാഡിക്കലും അത് പിന്നീട് ഫിനൈൽ ഫ്രീ റാഡിക്കലുമായിട്ട് മാറ്റപ്പെടും. ഈ ഫിനൈൽ ഫ്രീ റാഡിക്കൽ ഈഥീൻ മോളിക്യൂളിൽ ഹോമോളിറ്റിക് ഫിഷൻ ഉണ്ടാവുകയും അത് ഈഥീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട അടുത്ത ഫ്രീ റാഡിക്കലായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഈ ഫ്രീ റാഡിക്കലുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽ അടുത്ത ഈഥീൻ മോളിക്യൂളുമായി കൂടി ചേർന്നിട്ട് ഹയർ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഈഥീൻ മോളിക്യൂൾ കൂടി ചേർന്ന് വളരെ കൂടിയ മോളിക്കുലാർ മാസുള്ള ഫ്രീ റാഡിക്കലുകളാക്കി മാറ്റപ്പെടും. ഇതാണ് ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ നടക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ഈ ലോങ് ചെയിൻ ഓഫ് ഫ്രീ റാഡിക്കലുകൾ പരസ്പരം എന്ത് ചെയ്യും,
കമ്പൈൻ ചെയ്തിട്ട് വലിയ ഒരു പോളിത്തീൻ മോളിക്യൂളായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു പോളിമറായിട്ടോ എന്ത് ചെയ്യും, മാറ്റപ്പെടും. അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ റിയാക്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെയാണ് ചെയിൻ റിയാക്ഷൻ മുമ്പോട്ട് പോകപ്പെടുക, അല്ലെങ്കിൽ അഡിഷൻ റിയാക്ഷൻ്റെ അഡിഷൻ പോളിമറൈസേഷൻ്റെ മെക്കാനിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തതാണ് condensation polymerization or step growth polymerization. This type of polymerization generally involve repetitive addition of reaction between 2 bifunctional monomers. These polycondensation reaction may result in the loss of some simple molecule as water, ammonia, carbon dioxide, etc. Suppose the monomer is AA and the second monomer is BB, then AA and AA combine with BB and then BB combined with another molecule of AA, and this process is going on. So this can be simply represented as shown in the board. അപ്പോൾ ഇതുവരെ നമ്മൾ പോളിമറുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ആ പോളിമറുടെ ക്ലാസിഫിക്കേഷനിലെ അഡിഷൻ പോളിമറൈസേഷൻ്റെയും കണ്ടൻസേഷൻ പോളിമറൈസിൻ്റെയും മെക്കാനിസത്തിലേക്ക് പറഞ്ഞു. ഇനി നമുക്ക് ചില പോളിമറുകളുടെ ഈ അഡിഷൻ പോളിമർ ആയാലും കണ്ടൻസേഷൻ പോളിമർ ആയാലും അവയുടെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ഒന്നാമത് പ്രിപ്പറേഷൻ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് അഡിഷൻ പോളിമേഴ്സ്. അതിൽ ഒന്നാമത്തെ പോളിമറാണ് പോളി ഈഥീൻ ഓർ പോളി എത്തിലീൻ. ഇറ്റ് വേരീസ്. ഈ പോളി ഈഥീൻ പോളി എത്തിലീൻ എന്ന് പറയുന്ന ഈ പോളിമർ 2 വെറൈറ്റികളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോ ഡെൻസിറ്റി പോളിത്തീൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ഈ 2 പോളിമറുകളുടെയും ക്ലാസിഫിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാം, അവയുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് low density polythene or low density polyethylene, that is LDPE. Polymerization of ethylene at about 473 Kelvin under high pressure, that is about 500 to 1500 atmosphere pressure in the presence of oxygen as initiator. In this, ethene polymerized to give low density polyethylene. Extremely flexible or resistant to chemical and moisture are the properties of low density polyethylene. This low density polyethylene used to make packing and wrapping films, laboratory wares, wash bottles, irrigation pipes, etc., and for the insulation of electric wires and cables. That means the low density polyethylene is widely used polymer and its grade is 4th grade polymer, that is LDP is under the classification of 4th grade polymer. Second addition polymer is high density polyethylene, that is HDPE. The polymerization of ethylene at a moderate temperature, that is 323 to 393 Kelvin, at a moderate pressure of 1 to 20 atmosphere in a solvent like hexane or cyclohexane in an inert atmosphere like nitrogen in the presence of Ziegler-Natta catalyst. The Ziegler-Natta catalyst is triethyl aluminum and titanium tetrachloride. The properties of high density polyethylene is high tensile strength, stiffness, hardness, resistance to chemical and moisture. These are the important properties of high density polyethylene. It is used to make toys and other household articles. These polymers under the classification of second grade of polymers. That means second grade of polymers means they are recyclable. Next polymer of addition polymerization is polytetrafluoroethene ടെഫ്ലോൺ. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടെന്ന് പറയുക. ഇപ്പോൾ കുടകൾക്ക് ഹീറ്റ് റെസിസ്റ്റൻസിൻ്റെ ആവശ്യമായിട്ട് അതിൻ്റെ ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടായെന്ന് പറയുക. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന പാനുകൾക്ക് ടെഫ്ലോൺ കോട്ടിംഗ്, നോൺ സ്റ്റിക്കിംഗ് പാനുകൾ ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടെന്ന് പറയുക. ഇത് നമ്മൾ കേട്ടിട്ടുള്ളൊരു സാധനമാണ്, ഉപയോഗിക്കുന്ന ഈ സാധനമാണ്. ഈ ടെഫ്ലോൺ ഉണ്ടാക്കപ്പെടുന്നത് പോളിമറൈസേഷൻ ഓഫ് ടെട്രാഫ്ലൂറോ എത്തിലീൻ പോളിമറൈസ് ചെയ്തിട്ടാണ് ടെഫ്ലോൺ ഉണ്ടാകുക ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ ഹൈഡ്രജൻ പെറോക്സൈഡ് ആസ് ഇനിഷ്യേറ്റർ. ഇനി ടെഫ്ലോണിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് കിടക്കാം. ഇറ്റ് ഈസ് എ ലീനിയർ പോളിമർ, ആൾമോസ്റ്റ് ആൾ കെമിക്കൽ എക്സെപ്റ്റ് ആൽക്കലി മെറ്റൽസ്. ദേ ആർ ടഫ് ആൻഡ് ഹാസ് എക്സലൻറ്റ് ഹീറ്റ് റെസിസ്റ്റൻസ്. These are used for making pump valves, pipes for insulation of motors, coils, capacitors, generators, transformers, etc. This is also used for coating cookware to produce non-stick cooking. Polyacrylonitriles. Polymerization of acrylonitriles or vinyl cyanide in the presence of peroxide catalyst lead to the formation of polyacrylonitrile. That is acrylonitrile on
polymerization gives polyacrylonitrile. It finds wide use as fibers. It is commercially known as Orion fibers. The Orion fibers are resistant to water and quick drying. They are not reactive with air, or they are resistant towards insects, acid and gases and than nylon. It is often used for making wool-like fibers for suits, sweaters, etc. and in the manufacturing of window shades. നമ്മൾ ഇതുവരെ കഴിഞ്ഞത് പോളിമർ എന്താണെന്ന് പഠിച്ചു, എന്താണ് പോളിമറൈസേഷൻ എന്താണെന്ന് പഠിച്ചു, പോളിമറൈസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അതായത് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, സിന്തറ്റിക്, സെമി സിന്തറ്റിക് എന്നുള്ളത്, പിന്നീട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ലീനിയർ, ബ്രാഞ്ച്ഡ്, ക്രോസ് ലിങ്കർ എന്ന് പഠിച്ചു. പിന്നെ പോളിമർ ഫോം ചെയ്യുന്ന മോണോമർ യൂണിറ്റുകൾ കൂടി ചേർന്ന് പോളിമർ യൂണിറ്റുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അഡിഷൻ പോളിമറൈസേഷൻ എന്നും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്നും പഠിച്ചു. പിന്നീട് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അഡിഷൻ പോളിമറൈസേഷനിൽ തന്നെ പോളി ഇത്തീൻ, അല്ലെങ്കിൽ പോളി എത്തിലീൻ ഫോം ചെയ്യപ്പെടുന്ന അത് രണ്ട് തരമുണ്ട്. ലോ ഡെൻസിറ്റി പോളി എത്തിലീനും ഹൈ ഡെൻസിറ്റി പോളി എത്തിലീനും. ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ്റെയും ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ്റെയും പ്രോപ്പർട്ടീസും അതിൻ്റെ ഉപയോഗങ്ങളും പഠിച്ചു. പിന്നീട് നമ്മൾ വന്നത് ടെഫ്ലോണിലേക്കാണ്. നമ്മൾ നോൺ സ്റ്റിക്കിംഗ് പാൻ ഉപയോഗിക്കുന്ന ടെഫ്ലോണിൻ്റെ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ വന്നത് പോളി അക്രിലോനൈട്രൈൽ ഫൈബേഴ്സിനെ കുറിച്ചാണ്, അതിൻ്റെ ഉപയോഗവും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൻസേഷൻ പോളിമറൈസേഷനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുണ്ട് എങ്കിൽ ടീച്ചർമാരുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണ്.